ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങിനി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങിനി വരണേ. ദാഹത്തോടെ പാടിക്കേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങിനി വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ, ശബ്ദമുയർത്തി, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങിനി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങിനി വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ, ഓ ഹോളി സ്പിരിറ്റ്, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ, the Holy Spirit, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ഈ പള്ളി മുഴുവനും കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നിറയുകയാണ്.
ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തമായി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അത്യുന്നതമായൊരു പ്രസൻസ് ഈ ഗ്രൂപ്പിൻ്റെ മേലിറങ്ങുകയാണ്. ആ സ്വർഗത്തിൽ നിന്നും മുറിവേറ്റ 2 കരം, രക്തത്തിൽ മുങ്ങിയ 2 കൈകൾ ഈ പള്ളിയിലേക്ക് നീട്ടപ്പെടുന്നു. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ കൂട്ടത്തിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ, അവിശ്വാസത്തെ മാറ്റിവെച്ച് ആരത് ഏറ്റെടുക്കുന്നുണ്ടോ, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. ഇതാ മുറിവേറ്റ 2 കരങ്ങൾ, മുറിവേറ്റ 2 കരങ്ങൾ നമ്മുടെ മുൻപേ നീട്ടപ്പെടുമ്പോൾ ആ കരങ്ങളെ തട്ടിമാറ്റാതെ ഒന്ന് ആരാധിച്ചേ ഹല്ലേലൂയ, സ്തുതിച്ചേ ആരാധിച്ചേ. ഇതാ 2 കരങ്ങൾ കാൽവരിയുടെ വിരുമാറിൽ ആണികളാൽ കുത്തി തുറക്കപ്പെട്ട, ആണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ട 2 കരങ്ങൾ ഈ പള്ളിയിലേക്ക് നീട്ടപ്പെട്ടിട്ടുണ്ട്. ആ കർത്താവ് ഇന്ന് പറയുവാണ്, രക്ഷിക്കാൻ ആവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കുഞ്ഞേ, നിന്നെ രക്ഷിക്കാൻ എൻ്റെ കരങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. മോനെ, നിന്നെ പൊക്കിയെടുക്കാൻ, മോളെ നിന്നെ പൊക്കിയെടുക്കാൻ, നീ ക്കുന്നതിലും അപ്പുറം കൊണ്ടുപോയി നിന്നെ നിർത്താൻ എന്റെ കൈകൾക്ക് ഇന്നും ഫലമുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ മാറോട് ചേർത്ത് ഈ പ്രപഞ്ചത്തെ തൻ്റെ കൈകളിൽ താങ്ങുന്നവൻ, ഈ പ്രപഞ്ചത്തെ തൻ്റെ കരത്തിൽ താങ്ങുന്നവൻ, അത്ഭുതാവഹനായ കർത്താവ്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഞാനിത് പറയുമ്പോൾ തന്നെ ഉദ്ധിതനായ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരവൻ കാണുന്നുണ്ട്, നിന്റെ കണ്ണുനീരവൻ കാണുന്നുണ്ട്. ജെറുസലേമിലൂടെ ചുറ്റി സഞ്ചരിച്ച ഒരുവനിതാ ഇപ്പോൾ നിന്റെ അരികിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ജെറുസലേമിലൂടെ ചുറ്റി നടന്ന ഒരുത്തൻ ഇപ്പം നിന്റെ അരികിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് നന്ദി. ഓ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ് ജീസസ്. കർത്താവേ, നിന്റെ ശക്തമായ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. Change my heart, oh Lord, make it ever new. Change my heart, oh Lord, may I be like you. ചേർന്ന് പാടിക്കേ, ശബ്ദം ഉയർത്തി. Change my heart, oh Lord, make it ever new. Change my heart, oh Lord, may I be like you. You are the potter, I am the clay. Mold me and make me, this is what I pray.
my heart, oh Lord. May I be like you. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. നമ്മൾ 1-2 വചനങ്ങൾ വായിക്കാനായിട്ട് പോവുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം എന്താണ് പ്രവാചകനോട് ചോദിച്ചത്? ഞാൻ ആരെയാണ് അയക്കേണ്ടത്? ആര് എനിക്ക് വേണ്ടി പോകും? ആരെ അയക്കണം? ആരെനിക്ക് വേണ്ടി പോകുമെന്ന ചോദ്യം മുഴങ്ങിയപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ. എല്ലാവരും വലത് കയറി പറഞ്ഞേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവം തൻ്റെ സന്ദേശം പങ്കുവെക്കാൻ, തൻ്റെ സന്ദേശം പങ്കുവെക്കുവാൻ ആളുകളെ അയക്കുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ആരെ അയക്കണം? ആര് എനിക്ക് വേണ്ടി പോകും? ഇവിടെ ദൈവത്തിൻ്റെ വിളിയോടുള്ള യെശയ്യാവിൻ്റെ മറുപടിയാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആരെ അയക്കണം, ആര് പോകും എന്ന് ചോദ്യത്തിന് പ്രവാചകൻ പറയുന്ന മറുപടി ഇതാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്? എനിക്ക് വേണ്ടി പോകുവാൻ ആരാണുള്ളത്? ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രവാചകൻ പറയുന്ന മറുപടി, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നമ്മുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം ദൈവം തൻ്റെ പ്രവാചകനെ അറിയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്വപ്നം ദൈവം തൻ്റെ പ്രവാചകനെ അറിയിക്കുമ്പോൾ, ആ പ്രവാചകന് ഏത് മറുപടി വേണമെങ്കിലും കൊടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ചോദ്യത്തോട്, ദൈവത്തിൻ്റെ സ്വപ്നത്തോട് പ്രവാചകന് പറയാനുള്ള മറുപടി, ദൈവമേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഇതേ ചോദ്യം നാം ദൈവാനുഭവത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മോടും ചോദിക്കുന്നുണ്ട്. ആരെ ഞാൻ അയക്കും? ആരെനിക്ക് വേണ്ടി പോകും? ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആര് എനിക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യം ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുമ്പോൾ, ആര് ദൈവത്തിൻ്റെ സ്വരത്തിന് മറുപടി കൊടുക്കുന്നുണ്ടോ അവരെയാണ് ദൈവം അയക്കുന്നത്, അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഇതേ ചോദ്യം സ്വർഗം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയായിരിക്കും പറയുക? ആരെ ഞാൻ അയക്കും? ആരെനിക്ക് വേണ്ടി പോകും എന്ന ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിയാൽ എന്തു മറുപടി നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. പണ്ട് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി ഒരു നേർച്ച നേർന്നു. നേർച്ച ഇങ്ങനെയായിരുന്നു,
ഈ വരുന്ന പരീക്ഷയിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കാം. ഹല്ലേലൂയ. അവളുടെ ആ ഒരു ഏറ്റുപറച്ചിൽ, നിഷ്കളങ്കമായ ഏറ്റുപറച്ചിൽ കേട്ടിട്ട് പിള്ളേരെല്ലാം കൂട്ടത്തോടെ ചിരിച്ചു. ചിലപ്പോൾ അവൾ തമാശ പറഞ്ഞതാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെയാണ് ഞാൻ അയക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും, കർത്താവേ, എൻ്റെ അടുത്തിരിക്കുന്ന ആളെ ഞാൻ അയക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ അയക്കാം. ഇവിടെ ദൈവത്തിൻ്റെ സ്വരത്തിന് നമ്മൾ കൊടുക്കുന്ന മറുപടി പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിൽ ഈ സുവിശേഷ ആഹ്വാനം മുഴങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ അയക്കും. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 96 സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനം 96:3. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എല്ലാ ജനതകളോടും ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാൻ സ്വർഗം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷവൽക്കരണത്തിൽ അനേകര് ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കർത്താവ് പറയുന്നത്. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. എല്ലാവരും വലത് ഉയർത്തി പറഞ്ഞേ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കണം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ, എന്ത് ഈ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ആ കാര്യം ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഇതും ഒരു സുവിശേഷ ആഹ്വാനമാണ്. ജനതകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ, ദൈവം ചെയ്ത കാര്യങ്ങൾ പ്രഘോഷിക്കുക, പ്രകീർത്തിക്കുക എന്ന് പറയുമ്പോൾ ഇത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ കർത്താവ് അവനെ അയച്ചിരിക്കും. എന്തു പറയണം? ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കോട്ടയത്ത് വെച്ച് ഒരു ധ്യാനം നടക്കുകയാണ്. ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സും മാത്രമാണ്. അപ്പോൾ എല്ലാവരും സുവിശേഷ വേലക്കാർ തന്നെയാണ്. എങ്കിലും ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. TV-യിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തുക. എന്താണ്? മീഡിയയിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ സിസ്റ്റേഴ്സ്, ഈ ഭാഗത്ത് നിറയെ അച്ഛന്മാർ. ഏറ്റവും മുമ്പിലിരുന്നൊരു സിസ്റ്റർ പെട്ടെന്ന് തന്നെ കൈ ഉയർത്തി. പക്ഷെ വേറെ ആരും കൈ ഉയർത്തിയില്ല. എല്ലാവരും ഒരു കൂട്ടച്ചിരിയായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് സിസ്റ്റർ കൈ ഉയർത്തിക്കൊണ്ട് നോക്കുന്നത്. നോക്കിയപ്പോൾ സിസ്റ്റർ മാത്രമാണ് കൈ ഉയർത്തിയിരിക്കുന്നത്, വേറെ ആരും കൈ ഉയർത്തിയിട്ടില്ല. അങ്ങനെ കൈ ഉയർത്തിയ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ വിരൽ ചൂണ്ടി സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, സിസ്റ്റർ TV-യിൽ സുവിശേഷം പ്രസംഗിക്കുന്ന കാലം ഒട്ടും വിദൂരത്തല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നാളുകളിൽ നിങ്ങൾ ഈ സിസ്റ്ററിൻ്റെ മുഖം TV-യിൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ആ സിസ്റ്ററിൻ്റെ പ്രസംഗത്തിനാണ്. ഒരു ഹല്ലേലൂയ പറയാൻ തോന്നുന്നുണ്ടോ? പക്ഷെ കൈ ഉയർത്തുമ്പോൾ പുള്ളി ഒരു പ്രസംഗികയല്ല, ഒരു പ്രഘോഷികയല്ല.
ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യാൻ പറയുമ്പോൾ, ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വിളിച്ചു പറയാൻ പറയുമ്പോൾ, ഇത് ആര് പറയുമെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ആരെങ്കിലും ഞാൻ പറയാം കർത്താവേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. നാളത്തെ ദിവസം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഥാർത്ഥത്തില് രക്ഷയുടെ സന്ദേശം വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രഘോഷിക്കാൻ കൂടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിശ്വാസം നിങ്ങൾ പ്രഘോഷിക്കണം. എവിടെ പ്രഘോഷിക്കണം? ജനതകളുടെ ഇടയിൽ, ജനപദങ്ങളുടെ ഇടയിൽ, അല്ലേ? ഈശോ സൗഖ്യം കൊടുത്ത ആ മനുഷ്യനോട് ഈശോ പറഞ്ഞത് എന്താ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് നീ ചെന്ന് നിന്റെ ദേശത്ത് പ്രഘോഷിക്കുവാൻ. അവൻ ദെക്കോപോളിസിലേക്ക് പോയി കർത്താവ് ചെയ്ത വൻകാര്യങ്ങൾ പ്രകീർത്തിക്കുവാൻ. അവൻ ജന്മന അന്ധനായിരുന്നു. ജന്മന അന്ധനായ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് കാഴ്ച കൊടുത്തു. ആ കാഴ്ച ലോകത്തോട് വിളിച്ചു പറയുവാൻ അവൻ ദെക്കോപോളിസിലേക്ക് ഓടി, സ്വന്തക്കാരുടെ അടുത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ അവൻ പറഞ്ഞത്, ഈശോയെ ഞാൻ നിൻ്റെ കൂടെ വരട്ടെ എന്നാ. ഈശോ പറഞ്ഞു, നീ നിൻ്റെ നാട്ടിലേക്ക് ചെല്ല്. ഹല്ലേലൂയ. ഈ ധ്യാനം കഴിഞ്ഞിട്ട് എത്ര പേര് ധ്യാന ടീമിൻ്റെ കൂടെ വരുന്നുണ്ട്? ഹല്ലേലൂയ. ഒരാൾ പോലും കൈ ഉയർത്തുന്നില്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സാരമില്ല, ധ്യാന ടീമിൻ്റെ കൂടെ വന്നില്ലെങ്കിലും സ്വന്തം നാട്ടിലേക്ക് പോകണം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് നിന്റെ ഗ്രാമത്തിലുള്ളവരോട് പറയണം. അതല്ലേ സമരിയക്കാരി ചെയ്തത്. യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, താൻ ജീവജലം കുടിച്ച കാര്യം, താൻ രക്ഷകനെ കണ്ട കാര്യം, അവൾ ചെന്നിട്ട് സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് വിളംബരം ചെയ്തെന്നു. അന്ന് വൈകുന്നേരം അവിടെയുള്ള ആ പട്ടണത്തിലെ എല്ലാ കടകളുടെ മുമ്പിലും ഉച്ചയ്ക്ക് ശേഷം കടമുടക്കമെന്നുള്ള ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. കാരണം അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ ആൾക്കാർ കടയും പൂട്ടി. പട്ടണമല്ലേ, അവർ ടൗണെല്ലാം എന്താ പറയണത്, മൊത്തത്തിൽ നിശ്ചലമായി. കാരണമെന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തെ സമരിയക്കാരി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇന്നും അനേകർ ധ്യാനം കൂടുന്നുണ്ട്. പക്ഷെ എത്ര പേര് സമരിയക്കാരിയുടെ അഭിഷേകത്തിൽ ജീവജലം കുടിച്ച് അതിൻ്റെ സാക്ഷികളായി തീരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സുവിശേഷ വേലയെക്കുറിച്ച്, സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ബോബിയച്ചൻ കൊടുത്ത സുന്ദരമായ ഒരു വേടിപ്രകാരമാണ്. എന്താണ് ഇവാഞ്ചലൈസേഷൻ എന്ന ചോദ്യത്തിന് ബോബിയച്ചന് കൊടുക്കാനുള്ള മറുപടി ഇതാണ്. ഒരു ഭിക്ഷക്കാരൻ തനിക്ക് അപ്പം കിട്ടിയത് എവിടെ നിന്നാണെന്ന് മറ്റൊരു ഭിക്ഷക്കാരനെ അറിയിക്കുന്നതാണ് സുവിശേഷ വേല. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഒരു ഭിക്ഷക്കാരൻ, നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു രാജകുമാരൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖം പ്രകാശിച്ചേനം. ഹല്ലേലൂയ. ഒരു ഭിക്ഷുവിന് അവന് ഭക്ഷണം കിട്ടിയാൽ പറയാം കിട്ടിയെന്ന്. അപ്പം അവന് ഭക്ഷണവുമായിട്ട് അവൻ വരികയാണ്. അവൻ ഭക്ഷണമായിട്ട് വരുമ്പോൾ ഭക്ഷണമില്ലാത്തവനെ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് ഭക്ഷണം കിട്ടിയവൻ ഭക്ഷണമില്ലാത്തവനോട് പറയുക, നീ അവിടെ ചെന്നാൽ നിനക്ക് ഭക്ഷണം കിട്ടും. അങ്ങനെ പറയുന്നതിൻ്റെ പേരാണ് ഇവാഞ്ചലൈസേഷൻ. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സമരിയക്കാരി അവള് സിക്കാർ പട്ടണത്തിലേക്ക് പോയി. ആ ജന്മന അന്ധനായ ചെറുപ്പക്കാരൻ അവൻ ദെക്കോപോളിസിലേക്ക് പോയി. പൗലോസ് ജെറുസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സുവിശേഷം സ്വന്തമാക്കിയ ആദിമ ക്രൈസ്തവര് അവര് അന്തിയോക്യയിലേക്ക് പോയി, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോയി. ഫ്രാൻസിസ് സേവർ ഇന്ത്യയിലേക്ക് വന്നു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളോട്
ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, സ്വർഗരാജ്യത്തിന്റെ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മൂടി വയ്ക്കാനുള്ളതല്ല, ഇത് ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കാനുള്ളതാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ തുറന്നു വെക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടാകണം. അങ്ങനെ തുറന്നു വെക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം. ക്രിസ്തുവിനെ അറിയാത്ത 5.5 ലക്ഷം ഗ്രാമങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. ക്രിസ്തുവിനെ അനുഭവിക്കാത്ത 5.5 ലക്ഷത്തോളം ഗ്രാമങ്ങൾ ഇന്നും ഈ ഭാരതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഭാരതം സുവിശേഷത്തിന് വേണ്ടി കേഴുകയാണ്. ഭാരതം സുവിശേഷത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെയാണ് സ്വർഗത്തിന്റെ സ്വരം മുഴങ്ങുന്നത്. ആരെനിക്ക് വേണ്ടി പോകും? ആരെയാണ് ഞാൻ അയക്കുന്നത്? ആരെയാണ് ഞാൻ അയക്കുന്നത്? ആരെങ്കിലും പറയുകയാണ്, കർത്താവേ ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറയുമ്പോ ജനതകളുടെ ഇടയിലേക്ക്, ജനപദങ്ങളുടെ ഇടയിലേക്ക് കർത്താവ് നിന്നെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് വിശപ്പുണ്ട്. ലോകത്തിന്റെ വിശപ്പ് സുവിശേഷത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. ലോകം സുവിശേഷം കിട്ടാതെ പട്ടിണിയിലാണ്. എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിലെത്തിയപ്പോ ഭാരതത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? 500 വർഷം മുമ്പുള്ള ഭാരതത്തിന്റെ കാഴ്ച, 550 വർഷം മുമ്പുള്ള ഭാരതത്തിന്റെ കാഴ്ച എങ്ങനെയായിരുന്നു? ഈ നാട്ടിൽ നടന്ന സമരത്തിൽ ഒരു സമരം എന്ന് പറയുന്നത് തുണി ഉടുക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. എന്താ സമരം? തുണി ഉടുക്കാൻ അനുവാദം വേണമെന്നും പറഞ്ഞ് സമരം ചെയ്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമരം ചെയ്തിട്ട് എത്ര വർഷമായി? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടില് തുണി ഉടുക്കാതെ കാട്ടുജാതിക്കാരെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യര് ഇന്ന് രാജകുമാരന്മാരെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം വെളിച്ചമാണ്, ദൈവത്തിന്റെ വചനം ദീപമാണ്. അത് ഇരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചം നൽകുന്നു, അത് അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് പ്രകാശം നൽകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ധകാരത്തിന്റെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവെക്കുവാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ സുവിശേഷത്തിന് വേണ്ടി ലോകം കൊതിക്കുകയാണ്, ലോകം വിശക്കുകയാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാനിയേൽ 12:3 വായിച്ചേ. ദാനിയേൽ 12:3. ദാനിയേൽ 12:3. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. ജ്ഞാനികൾ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കും. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അതായത് അനേകരെ സുവിശേഷത്തിലേക്ക് അടുപ്പിക്കുന്നവര്, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവര്, വഴി നടത്തുന്നവര് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം പ്രകാശിക്കാൻ തുടങ്ങും. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം ഇരുട്ടിലാണെന്ന്? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ അന്ധകാരത്തിലാണെന്ന്? അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കും. എന്തുകൊണ്ടാണ് ദേവസഹായം പിള്ളയെ നമ്മൾ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് അൽഫോൻസാമ്മയെ നമ്മൾ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് ചാവറ അച്ഛനെ നമ്മൾ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് എവുപ്രാസി അമ്മയെ നമ്മൾ ഓർക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് നമ്മൾ മദർ തെരേസയെ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഫാദർ ഡാമിയനെ ഓർക്കുന്നത്?
എന്തുകൊണ്ടാണ് ബിഷപ്പ് ഫുൾട്ടൻ ജീഷിനെ നമ്മൾ ഓർക്കുന്നത്? എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയെ നമ്മൾ ഓർക്കുന്നത്? അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പ്രശോഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശോഭിക്കാനുള്ള വിളിയാണ് സുവിശേഷ വേല. ജീവിതത്തിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ശോഭയേറിയ ജീവിതം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ അവർ പ്രശോഭിക്കും, അവർ ശോഭയുള്ളവരായി മാറും, അവർ പ്രകാശിക്കും. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ശോഭയുണ്ടാകും. അതുകൊണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ പ്രശോഭിക്കും, നക്ഷത്രങ്ങളെ പോലെ പ്രശോഭിക്കും. ഹാലേലുയ പറഞ്ഞേ, ഹാലേലുയ ഹാലേലുയ. ചില ആളുകൾ സുവിശേഷ വയലിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നടന്ന് ചെരുപ്പുകൾ തേയുന്നുണ്ട്, നടന്ന് കാലുകൾ തളരുന്നുണ്ട്, നടന്ന് കാലുകൾ വേദനിക്കുന്നുണ്ട്, നടന്ന് കാലിന് നീര് വരുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ വയലിൽ ഇങ്ങനെ അലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നമ്മൾ പ്രശോഭിക്കുന്നവരായി മാറും. ആകാശത്തിലെ ഒരു നക്ഷത്രത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഒരു നക്ഷത്രത്തിൻ്റെ പേര് പറഞ്ഞേ. ഒരു നക്ഷത്രത്തിൻ്റെ പേര് സൂര്യൻ. എന്താണ് സൂര്യന് സംഭവിച്ചത്? സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റാർ ആണ് ഭൂമിക്ക് പകല് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഭൂമിയെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂര്യനെ പോലെ നമ്മൾ ശോഭിക്കുമെന്ന്, പ്രശോഭിക്കുമെന്ന്, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ ജീവിതം ശോഭയേറിയതായി മാറുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂര്യനെ പോലെ തിളങ്ങുവാൻ, സൂര്യനെ പോലെ ശോഭിക്കുവാൻ, സൂര്യനെ പോലെ പ്രകാശിക്കുവാൻ, സൂര്യനെ പോലെ പ്രശോഭിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ആഹ്വാനമാണ് അനേകരെ നീതിയിലേക്ക് നയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ, നീതിയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലേക്ക് നയിക്കുന്നവർ, അവരുടെ ജീവിതമാണ് ശോഭയേറിയതായി തീരുന്നത്. ഇനി അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിങ്ങൾ എത്ര പേരെ നയിച്ചു? നിങ്ങൾ എത്ര പേരെ നീതിയിലേക്ക് നയിച്ചു? ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ താലന്തുകൾ എത്രയാക്കി എന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പറയും? 2 കിട്ടിയവർ 4 ആക്കിയോ? 4 കിട്ടിയവർ 4 കിട്ടിയെങ്കിൽ അത് 8 ആക്കി മാറ്റിയോ? 10, 20 ആക്കി മാറ്റിയോ? അതോ കൊണ്ടേ കുഴിച്ചിട്ടോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, കിട്ടിയ താലന്ത് എന്ത് ചെയ്തു? കിട്ടിയ താലന്ത് എന്ത് ചെയ്തു? ഒരാളെങ്കിലും അടുപ്പിക്കാൻ പറ്റിയോ? ഒരാളെങ്കിലും? പണ്ടൊരു യുവജന ധ്യാനം നടക്കുക. ആരുടെ ധ്യാനമാണ്? യുവജനങ്ങളുടെ ധ്യാനം. ആ യുവജന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാര് 250 പേരാണ്. എത്ര പേരാണ്? 250 പേര്. അപ്പം ഞാൻ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, മക്കളെ, നാളെ വരുമ്പോൾ ഒരാളെ കൂടി കൊണ്ടുവരാം എന്ന് തീരുമാനമെടുക്കുന്നവർ എഴുന്നേറ്റേ, കൈ ഉയർത്തിക്കേ. ഞാൻ നോക്കിയപ്പോഴില്ലേ 250 പേരും എഴുന്നേറ്റു. ഒന്ന് കൈയടിച്ചേ. നാളെ വരുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഈ ചെറുപ്പക്കാർ പറയുക. അപ്പം ധ്യാനഗുരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 250 + 250 എത്രയാണ്? നാളെ എത്ര പേരാ ധ്യാനിക്കാൻ വരുന്നത്? 500 പേരാണ്. പിറ്റേ ദിവസം ഞാൻ വന്ന് സ്റ്റേജിൽ നോക്കിയപ്പോൾ ഇന്നലെ വന്നവർ മാത്രമേ ഇന്നും ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഒരാളെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇപ്പം പിള്ളേരെല്ലാം കൂടി ഉച്ചത്തിൽ പറയാ കൊണ്ടുവന്നെന്ന്. ഒരാളെങ്കിലും കൊണ്ടുവന്നവർ കൈ ഉയർത്തിക്കേ. ഞാൻ നോക്കിയപ്പോൾ 250 പേരും കൈ ഉയർത്തുന്നു. എൻ്റെ അമ്മേ, ഇത് ഇവന്മാർക്കാണോ തെറ്റ് പറ്റിയത്? അതോ എനിക്കാണോ തെറ്റ് പറ്റിയത്? അതോ മൊത്തത്തിൽ എല്ലാവർക്കും തെറ്റ് പറ്റിയോ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് കൊണ്ടുവന്നത്? ഞാൻ നോക്കുമ്പോൾ എല്ലാം കൂടി മുമ്പിലിരിക്കുന്ന ഒരുത്തനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അവനെയാണ് കൊണ്ടുവന്നത്. 250 പേര് ഒരുമിച്ച് പോയി ഒരുത്തനെ വിളിച്ചിട്ട് വന്നേക്കാം. ഹാലേലിയ പറഞ്ഞേ, ഹാലേലിയ ഹാലേലിയ. അപ്പം നിങ്ങൾ എത്ര പേരെയാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ എത്ര പേരെയാണ് നീതിയിലേക്ക് നയിക്കുന്നത്? നിങ്ങൾ എത്ര പേരെയാണ് രക്ഷയിലേക്ക് നയിച്ചിട്ടുള്ളത്? എത്ര പേര് പറയും, അദ്ദേഹം കാരണമാ ഞാൻ യേശുവിനെ അനുഭവിച്ചത്, അദ്ദേഹം കാരണമാ ഞാൻ യേശുവിനെ അറിഞ്ഞത്,
അദ്ദേഹം കാരണമാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? നീ അടുത്തിരിക്കുന്നവരോട് ചോദിക്ക്, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ ആഗ്രഹമുണ്ടോ? അതോ ഈ കരിക്കട്ട പോലെ ഇരുന്നാൽ മതിയോ? നക്ഷത്രമാണോ കരിക്കട്ടയാണോ? പറ. കൽക്കരിക്കട്ടയെ സ്നേഹിച്ചു സ്നേഹിച്ചു പൊന്നാക്കി മാറ്റിയ യേശുനാഥ, ഈ കൊച്ചു പൂക്കളെ എന്നും തലോടി നീ വിശ്വപ്രശോഭിതമാക്കണമേ, വിശ്വപ്രശോഭിതമാക്കണമേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കൽക്കരിക്കട്ടയാകാനല്ല. അടുത്തിരിക്കുന്നവരോട് പറ, നക്ഷത്രമാകാനാണ്. നക്ഷത്രമാകാനാണ്. നക്ഷത്രമാകണമെങ്കിൽ എന്ത് ചെയ്യണം? പറ. അനേകരെ നീതിയിലേക്ക് നയിക്കണം. നല്ല കാര്യമായി, വീട്ടിലുള്ളവരെ പോലും നീതിയിലേക്ക് നയിക്കാൻ. പറ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇക്കാലത്തെ ഈ കാലഘട്ടത്തിലെ മിഷൻ സന്ദേശമായിട്ട് മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരിക്കുന്ന ആപ്തവാക്യം എന്താണ്? മാർപ്പാപ്പ പറഞ്ഞത് എന്താണ്? എന്താ മാർപ്പാപ്പ പറഞ്ഞത്? നിങ്ങൾ പോയി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? പോയി എല്ലാവരെയും വിരുന്നിന് ക്ഷണിക്കുവിൻ. മത്തായി 22:9 എന്ന് പറഞ്ഞേ. ഈ മിഷൻ സൺഡേക്ക് മാർപ്പാപ്പ എഴുതിയ ബുള്ളറ്റിനിലുള്ളതാണ്. ലോക പ്രേക്ഷിത ദിനത്തിൽ 2024 ലോക പ്രേക്ഷിത ദിനത്തിൽ മാർപ്പാപ്പ നൽകിയ സന്ദേശമാണ് പോയി എല്ലാവരെയും വിരുന്നിന് ക്ഷണിക്കുവിൻ. പറഞ്ഞേ. പറ. ഹല്ലേലൂയ. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞത് കേൾക്കണോ? ഈ വർഷത്തെ ആഗോള പ്രേക്ഷിത ദിനത്തിൻ്റെ വിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സുവിശേഷത്തിലെ വിവാഹ വിരുന്നിൻ്റെ ഉപമയാണ്. അതിഥികൾ തൻ്റെ ക്ഷണം നിരസിച്ചതിന് ശേഷം കഥയിലെ മുഖ്യ കഥാപാത്രമായ രാജാവ് തൻ്റെ സേവകരോട് പറഞ്ഞു, അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ഈ വിവാഹ വിരുന്നിൻ്റെ ഉപമയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാവരെയും ക്ഷണിച്ചു, എന്നിട്ട് ആരും വിരുന്നിന് വന്നില്ല. അതുകൊണ്ട് ഭൃത്യന്മാരോട് പറഞ്ഞത് എന്താ? കഥയിലെ മുഖ്യ കഥാപാത്രമായ രാജാവ് തൻ്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ഉപമയുടെയും യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ നിർദ്ദേശം വിചിന്തന വിഷയമാക്കുന്നത് വഴി സുവിശേഷവൽക്കരണത്തെ സംബന്ധിച്ച് പല പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് വിവേചിച്ചറിയാനാവും. അവ നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് കാലിക പ്രസക്തി ഉള്ളതായിരിക്കുകയും ചെയ്യും. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ശിഷ്യർ എന്ന നിലയ്ക്ക് എല്ലാവരും സിനാഡാത്മക സഞ്ചാരത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വേളയാണല്ലോ ഇത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പോയി ക്ഷണിക്കുവിൻ. ഒരുമിച്ച് പറഞ്ഞേ. പോയി. എല്ലാവരും പറ. പോയി ക്ഷണിക്കുവിൻ. പോയി ക്ഷണിക്കുക. അപ്പം ധ്യാനം കൂടിയിട്ട് എന്ത് ചെയ്യണം? പറ. ധ്യാനം കൂടിയിട്ട് പോകണം. എങ്ങോട്ടാ പോകേണ്ടത്? വന്നിടത്തേക്കല്ല പോകേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവര് അവർ വന്ന വഴിക്ക് തിരികെ പോയില്ല അല്ലേ? 3 രാജാക്കന്മാർ വന്നിട്ട് അവർ വേറൊരു വഴിക്കാണ് പോയത്. അടുത്തിരിക്കുന്നവരോട് പറ, വേറെ വഴിക്ക് പോകണം. പറഞ്ഞേ, വേറെ വഴിക്ക് പോകണം. ഏതാണ് വേറെ വഴി? ഏതാ വേറെ വഴി? ഹല്ലേലൂയ. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ചെല്ലണം. വേദനിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലണം. വിഷമിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് വരണം. ഈ ഒരു ആഹ്വാനമാണ് കർത്താവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പം നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കണമെങ്കിൽ, നക്ഷത്രങ്ങളെപ്പോലെ പ്രശോഭിക്കണമെങ്കിൽ ദാനിയേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ കുറേ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരെല്ലാം നിങ്ങൾക്ക് പ്രത്യേക നിയോഗമുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകണം, നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് പോകണം, കണ്ടുമുട്ടുന്ന കൂട്ടുകാരോട് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മത്തായി 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം എടുക്കുക. മത്തായി 28. മത്തായി 28, 18 മുതൽ 20 വരെയുള്ള വാക്യം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച മഹത്തായ നിയോഗം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ബൈബിള് തുറന്നിട്ട് ആ ഭാഗം ഒന്ന് എടുത്തേ. മത്തായി 28. നിങ്ങളുടെ ബൈബിളിൽ മത്തായി ഉണ്ടെങ്കിൽ 28 അധ്യായം എടുക്കുക. മത്തായി 28 എല്ലാവരും എടുക്കുക. വായിക്കാൻ അറിയാവുന്നവരെല്ലാവരും എടുക്കുക. എല്ലാവരും എടുത്തോ? എടുത്തോ? 18 വാക്യം, 28 അധ്യായം എടുത്തെങ്കിൽ 28 അധ്യായം എടുത്തെങ്കിൽ അതിൻ്റെ 18 വാക്യം. ഇത് നമുക്ക് സ്വർഗം നൽകിയിരിക്കുന്ന മഹത്തായ നിയോഗമാണ്. നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ദൗത്യമാണിത്. ദൗത്യം, നിയോഗം, ഇതാണ് നമ്മുടെ മിഷൻ. എന്താണ് നമ്മുടെ മിഷൻ? വായിച്ചേ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും കർത്താവ് ആവശ്യപ്പെടുന്നത് എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുക. സ്വർഗത്തിലും ഭൂമിയിലും നൽകപ്പെട്ടിരുന്ന ആ അധികാരം ശിഷ്യന്മാർക്ക് നൽകിയിട്ട് ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അവൻ ഒരു ദൗത്യം ഏൽപ്പിക്കുക മാത്രമല്ല, ഈശോ പറഞ്ഞ വാക്ക്, ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പം ആരെയും ഈശോ തനിച്ചല്ല വിടുന്നത്, കൂടെ വരും. ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ ആരെയും കൂട്ടിക്കൊണ്ടാ പോകുന്നത്? യേശുവിനെ കൂട്ടിക്കൊണ്ടാ പോകുന്നത്. എന്ത് തന്നിട്ടാണ് ഈശോ വിടുന്നത്?
അധികാരം തന്നിട്ടാണ് വിടുന്നത്. എന്നാ അധികാരമാണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും. അപ്പം നിങ്ങൾ ഒരാളെ യേശുവിലേക്ക് വിളിക്കാൻ ചെല്ലുമ്പോൾ വെറുതെ എന്ന് പറയരുത്, ആധികാരികതയോടെ പറയണം. ഹല്ലേലൂയ. യോനാ പ്രവാചകൻ പ്രസംഗിച്ചപ്പം മൃഗങ്ങൾ വരെ ഉപവസിച്ചതുപോലെ നിങ്ങളുടെ വാക്ക് കേട്ട ആളുകൾ ഓടിക്കൂടണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ആധികാരികതയോടെ പറയണം, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക, നീ വരണം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും നൽകിയിട്ട് കൂടെ വരുമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞവൻ പറയുകയാണ്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവം ചിലരെ തെരഞ്ഞെടുത്തു. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നാം അവരെ ശിഷ്യന്മാരാണെന്നാണ് വിളിക്കുന്നത്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് ഒരു ശിഷ്യനാകാൻ വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശിഷ്യന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശിഷ്യന്മാരാണ്. തിരഞ്ഞെടുത്തത് ക്രിസ്തുവാണ്. ആരെങ്കിലും വോട്ട് ചെയ്തത് കൊണ്ടല്ല നിങ്ങളിവിടെ എത്തിയത്. മനുഷ്യരുടെ ഇലക്ഷനല്ല നിങ്ങളെ ഇവിടെ എത്തിച്ചത്, ദൈവത്തിൻ്റെ സെലക്ഷനാണ്. മനുഷ്യര് വോട്ട് ചെയ്തത് കൊണ്ടല്ല, കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. കർത്താവ് അല്ലേ, നിങ്ങൾ ഓർത്തേ, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ ഇവിടെ എത്തുക നടക്കണ കാര്യമാണ്. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരാൾ മാത്രമാണ് ഹല്ലേലൂയ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തേ സന്തോഷമില്ലാത്തത്? ഗൂഗിൾ ഒരു ജോലി കൊടുക്കുന്നുണ്ട്, മാസ സാലറി 25 ലക്ഷം രൂപയാണ്. 1 കോടി ആൾക്കാരാണ് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഒരു വാർത്ത നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? പക്ഷെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. സാലറി 25 ലക്ഷമല്ല, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അത് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളുടെ സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുന്നവരുടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 അപ്പം എങ്ങനെയാണ് അയക്കുന്നത്? ആധികാരികതയോടെയാണ് എന്ന് പറഞ്ഞേ. എല്ലാവരും പറ. അപ്പം നിങ്ങൾ എങ്ങനെ പോകണം? ആർക്കാണ്ടിനും വേണ്ടി എന്നുള്ള രീതിയിൽ പോകരുത്. പറഞ്ഞേ. അങ്ങനെ പോയാൽ ആരും വരത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 യേശുവിൻ്റെ നാമത്തിൽ ഉറപ്പുള്ള ഹൃദയത്തോടെ നിങ്ങളൊന്ന് ചെന്ന് നോക്കിയേ. നിങ്ങൾ ഇറങ്ങി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ളവർ വഞ്ചിയും വല ഉപേക്ഷിച്ച് നിങ്ങളുടെ പുറകെ വരും. ഹല്ലേലൂയ. ആധികാരികതയോടെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആധികാരികതയോടെ. കർത്താവ് എന്നെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ്. കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. കഴിഞ്ഞ 9 വർഷം പ്രൊക്ലമേഷൻ കമ്മീഷൻ, സുവിശേഷ പ്രഘോഷണ കമ്മീഷനെ കോർഡിനേറ്റ് ചെയ്യാൻ കർത്താവ് എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. 9 വർഷം വചനപ്രഘോഷകർക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ സഭ എന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10ാമത്തെ വർഷമായപ്പോൾ കോർഡിനേഷൻ്റെ രീതി മാറി. ഇപ്പോൾ സന്യസ്തർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. ചർച്ച് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ തന്നിട്ടാണ് അയക്കുന്നത്.
ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളെ ആരയച്ചതാണ്? ആധികാരികതയോടെയാണ് അയക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എത്ര പേര് ഈ സുവിശേഷ ആഹ്വാനത്തോട് പ്രത്യുത്തരിക്കും? ഇതാ ഞാനെന്ന് എത്ര പേര് പറയും? കർത്താവെ ഞാൻ പോകാമെന്ന് എത്ര പേര് പറയും? എന്നെ അയക്കണമേ എന്ന് എത്ര പേര് പറയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തനിച്ചല്ല പോകുന്നത്. യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അവൻ നിങ്ങളുടെ കൂടെ വരും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. തനിച്ചല്ല, ഹല്ലേലൂയ. ഒറ്റയ്ക്കല്ല, ഹല്ലേലൂയ. യേശു കൂടെ വരുമെന്ന്. ആരുടെ കൂടെ ഈശോ വരുന്നത്? ശിഷ്യന്മാരുടെ കൂടെ ഈശോ വരുന്നത്. അതുകൊണ്ട് ജനക്കൂട്ടമാകണോ ശിഷ്യനാകണോ? അടുത്തേക്കൊന്നോട് ചോദിക്കുക. ജനക്കൂട്ടത്തിന് വേണ്ടി ഈശോ അപ്പം വർദ്ധിപ്പിച്ച് അപ്പം തിന്നിട്ട് പോയാൽ മതിയോ അതോ ശിഷ്യനാകണോ? അപ്പം വേണോ ശിഷ്യനാകണോ? ആരുടെ കൂടെ ഈശോ വരുന്നത്? കൂടെ വരുമെന്ന്. ഇത്രയും നാൾ ധ്യാനം കഴിഞ്ഞിട്ട് എത്ര തവണ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോയി. ഇതാ കർത്താവ് അടിവരയിട്ട് പറയുക, നീ പോകുമ്പോൾ നിന്റെ കൂടെ ഞാൻ വരുമെന്ന്. യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ആരെയും കൊണ്ടാ പോകുന്നത്? ഏത് യേശുവിനെ കൊണ്ടാ പോകുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കൊണ്ടാ പോകുന്നത്. മരണത്തെ തോൽപ്പിച്ച് യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഇന്നും ജീവിക്കുന്ന അത്യുന്നതനായ, മഹത്വപൂർണനായ, സർവശക്തനായ, അനന്തമായ പ്രകാശത്തിൽ വസിക്കുന്ന ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും സ്തുതിക്ക് അവരുടെ സ്തുതികളിൽ ഉയർത്തപ്പെടുന്ന നിത്യമണവാളനായ, യൂദാവംശത്തിന്റെ സിംഹമായ, ദാവീദിന്റെ വേരായ, ഇസ്രായേലിൽ ഉയർന്ന ചെങ്കോലായ, വഴിയായ, സത്യമായ, ജീവനായ, ലോകത്തിന്റെ പ്രകാശമായ, ഇന്നും ജീവിക്കുന്ന ആദ്യനായ, അന്ത്യനായ, അത്ഭുത മന്ത്രിയായ, വീരനായ, സമാധാന പ്രഭുവായ, എന്നും ജീവിക്കുന്ന യേശു. ആ യേശുവിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. ആരുടെ നാമത്തിലാണ് പോകുന്നത്? യേശുവിൻ്റെ നാമത്തിലാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? അനേകരെ നീതിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അനേകരെ സുവിശേഷത്തിന് വേണ്ടി ചൂണ്ടയിടാനാണ് പോകുന്നത്. അനേകരെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് പോകുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, ഇനി വെറുതെ ഇരിക്കാൻ നിനക്ക് പറ്റത്തില്ല. പറ, ഇനി വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നീ പങ്കെടുക്കുന്നത് ഫയർ കോൺഫറൻസിനാണ്. കിടക്കൊക്കെ തീ പിടിച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? കിടക്കൊക്കെ തീ പിടിച്ചാൽ തിരിഞ്ഞു കിടക്കുമല്ലേ? ചരിഞ്ഞു കിടന്നും അടുത്തത് കൊണ്ട് തിരിഞ്ഞു കിടക്കാം. കിടക്കൊക്കെ തീ പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഓടും. ഇതാണ് ഫയർ കോൺഫറൻസിൻ്റെ അനുഭവം. തീ വീണാൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, ഓടും. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് ഓടും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് ഓടും. ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് ഓടും. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് ഓടും. അനേക ജനതകളുടെ ഇടയിലേക്ക് ഓടും. കാരണം കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത്രയും നാൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്തിനു വേണ്ടി ചെയ്തെന്നും അറിയില്ല. എന്തൊക്കെയോ ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ആധികാരികതയോടെയാണ്, ഉറപ്പുള്ള ഹൃദയത്തോടെയാണ്. ആരെങ്കിലും ചോദിക്കും, ആരാ നിന്നെ അയച്ചിരിക്കുന്നത്? ഇന്നും ജീവിക്കുന്നവനാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു, ഞങ്ങൾ തിരുമുഖത്തിൽ നോക്കുന്നു, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യനായി. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു, ഞങ്ങൾ നിന്റെ നാമത്തെ ഘോഷിക്കും, ഞങ്ങൾ നിന്റെ നാമത്തെ വർണ്ണിക്കും. നീ മാത്രം സ്തുതികൾക്ക് യോഗ്യനായോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു. We are gathering together unto him. We are gathering together unto him. Unto him shall the gathering of the people be.
We are gathering together unto Him. We are praising together unto Him. We are praising together unto Him. Unto Him shall the praising of the people be. We are praising together unto Him. Hallelujah, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജയിക്കുന്നു. ഉച്ചത്തിൽ പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഈ സമൂഹത്തെ കായവൻ വീണ്ടും വരും, രാജരാജനായി വാണിടുവാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ നാമത്തിലാണ് അയക്കപ്പെടുന്നത്. ഹല്ലേലൂയ. രാജ്യങ്ങളിലേക്ക്, ഹല്ലേലൂയ, ഗ്രാമങ്ങളിലേക്ക്, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇപ്പം തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. കർത്താവേ, ഞാൻ പോകാൻ തയ്യാറാണ്. ആ സെക്കൻഡിൽ നിനക്ക് വേണ്ടി വിസ വരും. ഹല്ലേലൂയ. ഏത് വിസയാണ്? അയർലൻഡിൻ്റെ വിസ വേണോ? യൂറോപ്പിൻ്റെ വേണോ? അമേരിക്കയുടെ വേണോ? ഏത് വിസ വേണ്ടത്? ഓസ്ട്രേലിയയുടെ വേണോ? ഹല്ലേലൂയ. കാരണം സുവിശേഷകരെ ലോകത്തിന് ആവശ്യമുണ്ട്. സുവിശേഷകരെ ലോകത്തിന് ആവശ്യമുണ്ട്. കർത്താവേ, ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ നീ വിസയുടെ പുറകെ പോകണ്ട, വിസ നിന്നെ തേടി വരും. ഓ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി വേലക്കാരെ ആവശ്യമുണ്ട്. വേലക്കാരെ ആവശ്യമുണ്ട്. പോകാൻ തയ്യാറാണോ? തയ്യാറാണോ? വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയട്ടെ. കർത്താവേ, ഞാൻ പോകാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അവരെ കർത്താവ് അയക്കും ലോകത്തിന്റെ അതിർത്തികളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് കർത്താവ് നിന്നെ അയക്കും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി പോകും? ആരെയാണ് ഞാൻ അയക്കുന്നത്? കർത്താവേ, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഞാൻ പോകാം. ഞാൻ പോകാമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ അയക്കും. നിങ്ങൾ ഒരിക്കലും കാണാത്തവരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഓ, കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നിങ്ങൾ ഒരിക്കലും കാണാത്തവർ, ഒരിക്കലും കേൾക്കാത്തവർ, ഒരിക്കലും അറിയാത്തവർ, അവരെ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. കാരണം ലോകം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി കൊതിക്കുകയാണ്. വിശ്വസിക്കുന്ന ഹൃദയത്തോടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മേൽ സുവിശേഷത്തിന്റെ തീ വീഴും. അവൻ വേലക്കാരനായി മാറും. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ദൈവം അവനെ പറഞ്ഞേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകാൻ തയ്യാറാണെന്ന് പറയുന്നു ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടിയുള്ളതാണ്. കാരണം this is your day. ഇന്ന് നിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ പോകാം, ഞാൻ പോകും, ഞാൻ പോകും, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഞാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം അത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഈ മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വീഴുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കാതെ തിരികെ മടങ്ങി പോകത്തില്ലെന്നാണ് പറയണത്. ഇതേപോലെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊരു വിളിയാണ്, ഇതൊരു ദൗത്യമാണ്, ഇതൊരു നിയോഗമാണ്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. നിയമസഭയിലേക്ക്, പാർലമെന്റിലേക്ക് നിങ്ങൾ ചിലരെ ഇലക്ട് ചെയ്ത് അഴക്കുമ്പോൾ അനേകര് കൂടി ഇലക്ട് ചെയ്തത് കൊണ്ടാണ് അവർ നിയമസഭയിൽ എത്തിയതെങ്കിൽ നീ ഇവിടെ എത്തിയത് മനുഷ്യരുടെ ഇലക്ഷൻ അല്ല, ദൈവത്തിന്റെ സെലക്ഷനാണ്. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തത് കൊണ്ടല്ല, സ്വർഗം തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. ആരെങ്കിലും പ്രേരിപ്പിച്ചത് കൊണ്ടല്ല, സ്വർഗം വിളിച്ചത് കൊണ്ടാണ്. വന്നതല്ല, കൊണ്ടുവന്നതാണ്.
ഹല്ലേലൂയ. അവന് വേണ്ടി നിൽക്കുവാൻ, അവൻ്റെ നാവായി തീരുവാൻ. ജർമ്മനിയിലെ ഒരു തെരുവിലെ യേശുവിൻ്റെ സ്റ്റാച്യുവിന് കൈകളില്ലെന്ന്, കൈ തകർന്നുപോയി. യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ട് സൂക്ഷിക്കുന്ന ഈ പ്രതിമ, കൈ തകർന്ന പ്രതിമ, ആ പ്രതിമയ്ക്ക് ആരും കൈ ഫിറ്റ് ചെയ്ത് കൊടുത്തില്ല. യുദ്ധത്തിൽ കൈ തകർന്ന പ്രതിമയുടെ താഴെ ഒരു വാചകം എഴുതി വെച്ചു: ഈശോയ്ക്ക് ഇപ്പോൾ കൈകളില്ല, നിനക്ക് ഈശോയുടെ കൈ ആകാൻ പറ്റുമോ? ഈശോയ്ക്ക് ഇപ്പോൾ കാലുകളില്ല, നിനക്ക് ഈശോയുടെ കാലാകാൻ പറ്റുമോ? ഈശോയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ നിന്റെ നാവിനെ നീ പ്രയോജനപ്പെടുത്തുമോ? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രായം പ്രശ്നമല്ല. അടുത്തിരിക്കുന്നവരോട് പറ, നീ ബാലനാണെന്ന് പറയരുത്. ഓ എനിക്ക് പ്രായമായെന്ന് പറയരുത്. സുവിശേഷത്തിന് റിട്ടയർമെന്റ് ഇല്ല. സുവിശേഷത്തിന് റിട്ടയർമെന്റ് ഇല്ല. ഓ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് കർത്താവ് തന്റെ സന്ദേശം അയച്ച്, സന്ദേശം നൽകിക്കൊണ്ട് ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ദൈവം അയക്കുകയാണ്. ഇടയ്ക്കൊക്കെ ലെറ്റർ വരാറില്ലേ? ലെറ്റർ കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ അറിയില്ല ആ ലെറ്ററിൻ്റെ അകത്ത് എന്താണെന്ന്. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ട നിനക്കറിയാം ഈ ലെറ്ററിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ രാജാവിന്റെ സന്ദേശമാണ് നിന്റെ കയ്യിലുള്ളത്. അത് അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്, അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ്, അനേകരെ വിടുവിക്കുന്നതാണ്, അനേകർക്ക് മോചനം നൽകുന്നതാണ്. രക്ഷിക്കുന്ന വചനമിത്, മോചിക്കുന്ന വചനമിത്, ജീവൻ നൽകും വചനമിത്, കർത്താവിൻ തിരുവചനമിത്. രക്ഷിക്കുന്ന വചനമിത്, മോചിക്കുന്ന വചനമിത്, ജീവൻ നൽകും വചനമിത്, കർത്താവിൻ തിരുവചനമിത്. ഹല്ലേലൂയ. ഈ വചനം പ്രൊക്ലെയിം ചെയ്യാൻ, ഈ വചനം പ്രഘോഷിക്കുവാനാണ് സ്വർഗം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എത്ര പേരുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കത്തുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവേ ഞാൻ പോകാമെന്ന് എത്ര പേരുടെ ചങ്ക് പറയുന്നുണ്ട്? ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസ് 16:15 അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15. ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 16:15 എന്താ പറയണത്? നിങ്ങൾ ലോകമെങ്ങും പോയി, എല്ലാവരും പറഞ്ഞേ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കാൻ തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ മറ്റു ഭാഷക്കാരുടെ അടുത്തേക്ക് അയക്കും. എന്തിനു വേണ്ടിയാണ്? സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എത്ര പേരുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെന്ന് കൈ ഉയർത്തുക. ഹല്ലേലൂയ. കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഇല്ലെങ്കിലും ഫോണിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ സൂക്ഷിക്കാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ NASB ഒന്ന് പറഞ്ഞേ. NASB ബൈബിൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാൻ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വചനം പഠിക്കണം. ഹല്ലേലൂയ. ഹിന്ദി ഭാഷയിൽ വചനം പഠിക്കണം. ഹല്ലേലൂയ. തമിഴ് ഭാഷയിൽ വചനം പഠിക്കണം. ഹല്ലേലൂയ. എല്ലാ ഭാഷയിലും ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷക്കാരുടെ അടുത്തേക്ക് പോകാൻ അവസരം തരും ദൈവം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. യഥാർത്ഥത്തിൽ ഉദ്ധിതനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് തരുന്ന പ്രത്യേക നിയോഗമാണ്
നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകുവിൻ. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാത്തവരാരും ശിഷ്യന്മാരല്ല. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യനാവുന്നത് എപ്പോഴാണ്? കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ്. നഷ്ടപ്പെട്ടൊരാടുണ്ട് കേട്ടോ. നഷ്ടപ്പെട്ട കഴുതയെ അന്വേഷിച്ചാണ് സാവൂൾ രാജാവായി മാറിയത്. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറ. നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്നവർ രാജാക്കന്മാരായി മാറും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ നഷ്ടപ്പെട്ടവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, വചനത്തിൽ നിന്ന് അകന്നുപോയവർ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയവർ, വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മർക്കോസ് 16:15 എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടിയാ? സുവിശേഷം പ്രസംഗിക്കാൻ പോകാൻ, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകാൻ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ പാസ്പോർട്ട് എടുത്തോ? നിങ്ങൾ പാസ്പോർട്ട് എടുത്തോ? ഹല്ലേലൂയ. പാസ്പോർട്ട് എടുത്താൽ വിസ ഉറപ്പാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ? നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സുവിശേഷകരെ ആവശ്യമുണ്ട്, സുവിശേഷകരെ ആവശ്യമുണ്ട്. നിങ്ങളിത് തമാശയായിട്ടൊന്നും കാണണ്ട. നിങ്ങളൊന്ന് ഭാവന കണ്ടൊന്ന് സ്തുതിച്ചേ. നിങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ചില വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വേലക്കാരെ ആവശ്യമുണ്ട്, വേലക്കാരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എല്ലാവരും പറ, ഒന്നുകൂടി പറ. എങ്ങോട്ടാണ്? ഹല്ലേലൂയ. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. ഹല്ലേലൂയ. ചിലർ ട്രെയിൻ കയറും. ഹല്ലേലൂയ. ചിലർ ഫ്ലൈറ്റ് കയറും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഭൂഖണ്ഡങ്ങളിലേക്ക്, പറഞ്ഞേ രാജ്യങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്. ഈ അയക്കലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് യോഹന്നാൻ 20:21 പറയുന്നുണ്ട്. എങ്ങനെ? യോഹന്നാൻ 20:21 എടുത്തേ. യോഹന്നാൻ 20:21 എടുത്തേ. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മളെ അയക്കുന്നത്? പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെയാണ് യേശു നമ്മളെ അയക്കുന്നത്. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറ. പിതാവ് അയച്ചപ്പോൾ യേശു അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി. പാനപാത്രം മാറിപ്പോകാൻ പ്രാർത്ഥിച്ചെങ്കിലും പിതാവ് അത് മാറ്റിയില്ല. അതുകൊണ്ട് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പിതാവ് എന്നെ അയച്ചതുപോലെ. എല്ലാവരും പറഞ്ഞേ, ദൈവം യേശുവിനെ അയച്ചതുപോലെ യേശു ചിലരെ അയക്കുകയാണ്.
യേശു ചിലരെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. അപ്പം എങ്ങനെയാണ് അയക്കുന്നത്? ദൈവം യേശുവിനെ അയച്ചതുപോലെയാണ് യേശു നമ്മളെയും അയക്കുന്നത്. കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറ. മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പുത്രനോട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ പുത്രൻ തയ്യാറായി. അങ്ങനെ പുത്രൻ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ബലിയായി മാറി. അങ്ങനെ ബലിയായി മാറിയവൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ അപ്പൻ എന്നെ അയച്ചതുപോലെ, എൻ്റെ അപ്പൻ എന്നെ അയച്ചതുപോലെ മക്കളെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എങ്ങനെയാണ് അയക്കുന്നത്? ദൈവം അയച്ചതുപോലെ തന്നെയാണ് ഈശോ അയക്കുന്നത്. അപ്പം നമ്മൾ അയക്കുന്നത് ആരാ? യേശുവാണ്. യേശുവിനാൽ അയക്കപ്പെടുന്നവരാണ് നിങ്ങൾ. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. നമ്മളെ അയക്കുന്നതും യേശുവാണ്. ഹല്ലേലൂയ. ഒരു ഡ്യൂട്ടി ഇന്ന് ഏൽപ്പിക്കുകയാണ്. എന്താണ് മിഷൻ എന്ന് പറയുന്നത്? മിഷൻ എന്ന് പറയുന്നത് നിയോഗമാണ്. മിഷൻ എന്ന് പറയുന്നത് ദൗത്യമാണ്. മിഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിയോഗം സ്വർഗം തരികയാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് രക്ഷിക്കാനാണ്. യേശു നമ്മളെ അയക്കുന്നതും രക്ഷിക്കാൻ വേണ്ടിയാണ്. ലോകത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ വാർത്ത മാത്രമേ ഉള്ളൂ, ദാ രക്ഷയുടെ സദ്വാർത്ത. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് കൈ തന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതാണ്. ഹല്ലേലൂയ. അപ്പം എന്തിനാ അയക്കുന്നത്? എന്തിനാ അയക്കുന്നത്? രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആരാണ്? രക്ഷിക്കുന്നവരെ ആരാണെന്നാണ് പറയണത്? രക്ഷിക്കുന്ന ആൾക്കാരെ എന്ത് പ്രവർത്തകരെന്നാണ് പറയണത്? രക്ഷാപ്രവർത്തകരാണെന്നാണ്. നമ്മൾ ആരാണ്? എന്താണ് രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത്? ജലപ്രളയമുണ്ടായപ്പോൾ 2018 ജലപ്രളയമുണ്ടായപ്പോൾ സംഭവിച്ചതെന്താ? ജലപ്രളയമുണ്ടായപ്പോൾ, അതായത് 60 കിലോമീറ്റർ അകലേക്ക് ഒരു നദി, പുഴയൊക്കെ ഉണ്ട്, കായലൊക്കെ ഉണ്ട്. പക്ഷെ 60 കിലോമീറ്റർ കായലുണ്ടെന്നും പറഞ്ഞ് വീട് മുറ്റത്ത് എന്താ പറയേണ്ടത്, ടെറസ് വരെ വെള്ളം പൊങ്ങുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ജീവിതത്തിൽ നീന്തലറിയാത്തവര്, നീന്തൽ പഠിക്കാത്തവര് ഏണിയിൽ കയറി 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 ഏറ്റവും മുകളിലത്തെ ചില്ലയിൽ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. ചിലരെന്ത് ചെയ്തു? ഫേസ്ബുക്ക് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കരയാൻ തുടങ്ങി. എന്താ കരഞ്ഞത്? അയ്യോ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്ക്, അവിടെ എന്താണെന്ന് പോലും അറിയില്ല. എന്തിനു പറയണ? കേന്ദ്രത്തിൽ നിന്ന് സൈന്യം ഇറങ്ങിയെന്ന്. കേന്ദ്രത്തിൽ നിന്ന് സൈന്യം ഇറങ്ങി. കേന്ദ്രത്തിൽ നിന്ന് സൈന്യം ഇറങ്ങിയിട്ടാ സൈന്യം എവിടെയൊക്കെ പോകും? സൈന്യത്തിന് പോകാൻ പരിമിതിയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു. ആരെ വിളിച്ചു പറഞ്ഞു? തിരുവനന്തപുരത്തുള്ള ഒരു വികാരി അച്ഛനെ വിളിച്ചു പറഞ്ഞു, ആ മത്സ്യത്തൊഴിലാളികളെ ഒന്ന് അയക്കാവോ? ആർത്തിരമ്പുന്ന തിരമാലകളോട് യുദ്ധം ചെയ്ത് മീൻ പിടിക്കാൻ പോകുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് അയക്കാവോ? കടലിൽ മാത്രം മീൻ പിടിച്ച് ശീലമുള്ള മത്സ്യത്തൊഴിലാളികള് അവരുടെ യാനങ്ങളെല്ലാം ലോറിയിൽ കയറ്റി വെച്ച് ആ ലോറി ഇതാ മലനാടുകളിലേക്ക് വന്നു, അല്ലേ? മലമ്പ്രദേശങ്ങളിലേക്ക് വന്നു. മലമ്പ്രദേശങ്ങളിലേക്ക് ബോട്ട് വന്നിട്ട് ബോട്ടിൽ കയറി. ആ ബോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ടെറസിന്റെ മുകളിലേക്കാണോ എന്നറിയില്ല. അതുകൊണ്ട് അവരെ സഹായിച്ചത് ഈ ഇലക്ട്രിക്കൽ വയറാ. ആ വയറിൽ പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ബോട്ടുകാർ ലക്ഷ്യത്തിലെത്തി. ഇങ്ങനെ കുരുങ്ങിക്കിടന്ന രക്ഷാപ്രവർത്തകർ കുരുങ്ങിക്കിടന്നവരെ രക്ഷിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യൻ വിളിച്ചു പറഞ്ഞു, ദേ ഇവര് കേരളത്തിന്റെ സൈന്യമാണെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കേരളത്തിന്റെ സൈന്യം ഇല്ലായിരുന്നെങ്കിൽ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തം ആയിരുന്നു അന്ന് നടക്കേണ്ടത്. എത്ര പേരാ വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടി വന്നത്. ആ രക്ഷാപ്രവർത്തകർ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് അനേകരെ രക്ഷിച്ചു. ആ രക്ഷാപ്രവർത്തകരുടെ പ്രത്യേകത ഒന്ന് ചോദിക്കണം കേട്ടോ. അവരാരും സെൽഫിക്ക് വേണ്ടി നിന്നു കൊടുത്തില്ല. എങ്ങനെ? സെൽഫി എടുക്കാനായിട്ട് നിന്നു കൊടുത്തില്ല. പേര് പറയാൻ പോലും നേരമില്ല. കാരണം പേര് പറയുമ്പോഴേക്കും കുറച്ച് പേര് വെള്ളം കുടിച്ച് ചാകും. അതുകൊണ്ട് എന്തിനു പറയണത്, സ്വന്തം ചുമല് വരെ ചവിട്ടുപണിയായിട്ട് കുനിഞ്ഞു നിന്ന് കൊടുത്ത ആ സൈന്യത്തെ, ആ സൈന്യത്തിൻ്റെ
ധീരോചിതമായ പ്രവൃത്തി കൊണ്ട് അനേകര് മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇതാണ് രക്ഷാപ്രവർത്തനം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ബോട്ടിലാണ് കയറിയിരിക്കുന്നത്? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിങ്ങൾ ഏത് ബോട്ടിലാണ് കയറിയിരിക്കുന്നത്? നിങ്ങൾ ഏത് ബോട്ടിലാണ് കയറിയിരിക്കുന്നത്? ഭൂരിഭാഗം പേരും കയറിയിരിക്കുന്ന ബോട്ടിന്റെ പേര് ആഡംബര കപ്പൽ എന്നാ. ഈ ആഡംബര കപ്പലിലാണ് സെൽഫി ഉള്ളത്, ആഡംബര കപ്പലിലാണ് നൃത്തമുള്ളത്, ആഡംബര കപ്പലിലാണ് എല്ലാം ഉള്ളത്. പക്ഷേ കേരളത്തിന്റെ സൈന്യം കയറിയ ബോട്ടിന്റെ പേര് ലൈഫ് ബോട്ട് എന്നാണ്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടാണത്. ഈ ലൈഫ് ബോട്ടില് ക്രിസ്തുവിന്റെ സുവിശേഷകൻ ആഡംബര കപ്പലിൽ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവനല്ല, മറിച്ച് അവൻ യാത്ര ചെയ്യേണ്ടത് ലൈഫ് ബോട്ടിലാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, നിങ്ങൾ ഏത് ബോട്ടിലാണ് കയറിയിരിക്കുന്നത്? കേറിയ ബോട്ട് മാറിപ്പോയോ? യോന കയറിയതുപോലെ നിനവേലേക്കുള്ള ബോട്ടിലാണോ കയറിയിരിക്കുന്നത്? നിനവേലേക്കുള്ള ബോട്ടിലാണോ കയറിയിരിക്കുന്നത്? ഹല്ലേലൂയ. താർശീസിലേക്ക്, പറഞ്ഞേ, താർശീസിലേക്ക് പോകാനാണോ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങോട്ട് പോകാനാണ് തെരഞ്ഞെടുത്തത്? നിനവേലേക്ക് പോകാൻ. നിനവെയാണ് കരയുന്നത്, നിനവെയാണ് നെഞ്ചത്തിട്ടിടിക്കുന്നത്, രക്ഷിക്കണേ എന്ന് കരയുന്നത് നിനവെയാണ്. യോന, നിനക്ക് നിയോഗം കിട്ടിയിരിക്കുന്നത് താർശീസിലേക്കല്ല, താർശീസിലേക്കല്ല. പ്ലീസ്, നീ ആ കപ്പലിൽ നിന്ന് ഇറങ്ങ്. ഇറങ്ങിയില്ലെങ്കിൽ സാരമില്ല, നാട്ടുകാർ നിന്നെ എടുത്തെറിയും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഇറങ്ങിയില്ലെങ്കിൽ സാരമില്ല, നീ അവിടെ തന്നെ കിടന്നുറങ്ങിക്കോ, നാട്ടുകാർ നറുക്കിട്ടിട്ട് എടുത്ത് എറിയും, അല്ലേ? നിന്നെ വിഴുങ്ങാനായിട്ടൊരു തിമിംഗലമുണ്ട്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് ബോട്ടിൽ കയറാനാണ് താല്പര്യം? ലൈഫ് ബോട്ടില്, രക്ഷാപ്രവർത്തനത്തിലുള്ള ബോട്ട്, അല്ലേ? പാപം പെരുകുന്നു, ലോകം നശിക്കുന്നു, കർത്താവേ എന്നെയും അയക്കണമേ. ഓറസ്ലേമിന്റെ തെരുവുകള്, ഓറസ്ലേം മുഴുവൻ പാപത്തിന്റെ പ്രകമ്പനത്തിൽ പ്രിയപ്പെട്ടവരെ കുലുങ്ങുമ്പോൾ, ആ തകർന്നു കിടക്കുന്ന ജെറുസലേമിന്റെ മതില് പുതുക്കിപ്പണിയുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട നെഹെമ്യാ പ്രവാചകനെ നിങ്ങൾ ഓർക്കുക. നെഹെമ്യാ പ്രവാചകനെ പോലെ, യോന പ്രവാചകനെ പോലെ, ആർസിലെ വികാരിയായ ബിയാനിയെ പോലെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് സുവിശേഷത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി, സുവിശേഷം എന്ന ആ മഹാനിയോഗത്തിന് വേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ തെരഞ്ഞെടുത്തെന്നാ പറയണത്? പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചിന്തിക്കുക, യോനനെ പോലെ പോയി കിടന്നുറങ്ങണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണരണം, നമ്മൾ ഉണരണം. കാരണം എന്താണെന്നറിയാമോ? നാളെ ഈ ദൂത് പറയാൻ നമ്മളിവിടെ ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നാളെ ഇത് പറയാൻ ഒരവസരം ഉണ്ടോയെന്ന് ആർക്കും അറിയില്ല. ഹല്ലേലൂയ. വർഗീച്ചനോട് ബെന്നിമുന്നത്ര പറഞ്ഞു, അച്ഛാ പ്രായമായില്ലേ, ഇനി അല്പസ്വല്പമൊക്കെ റെസ്റ്റ് എടുക്ക്. വർഗീച്ചൻ പറഞ്ഞതാ, ബെന്നി എനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾക്ക് ഇനിയും ഓടാം, എൻ്റെ മുന്നിൽ അധിക നാളുകളില്ല, അതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ആരോഗ്യമുള്ളപ്പോഴേ ഇതൊക്കെ പറ്റത്തുള്ളെന്ന്. കിടക്കുമ്പോൾ പറ്റൂ? കിടക്കുമ്പോൾ പറ്റുമോ? കാലുകൾക്ക് ബലമുള്ളപ്പോൾ. അതുകൊണ്ടായിരിക്കാം നാട്ടിലൊരമ്മച്ചി തകർന്നു കിടക്കുന്ന റോഡിലൂടെ മുടന്തി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, തകർന്നു കിടക്കുന്ന റോഡ്
ആ റോഡിലൂടെ മുടന്തി വരുന്ന അമ്മച്ചി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുടന്തി വരുന്ന അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, എന്നെ കണ്ടപ്പോൾ അമ്മച്ചി പറയണേ, മോനെ ഈ വരവ് കണ്ടപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു. പറഞ്ഞേ, ഒന്ന് പറയണ്ട മോനെ, കാല് നിറയെ നീരാണെന്ന്. സാരി ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ കാല് മന്ത് പോലെ നീരാ. ഈ നീരും വെച്ചാണ് ഈ റോഡിലൂടെ നടക്കുന്നത്. അപ്പം ഞാൻ എവിടെ പോണ്? അമ്മച്ചി പറഞ്ഞത് എന്താണെന്നറിയാമോ? ധ്യാനത്തിന് ആളെ വിളിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അങ്ങനെ കാലിൽ നീരുള്ളപ്പോഴും മുടന്തി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ, വിരുന്നിന് ക്ഷണിക്കുവാൻ മുടന്തി നടക്കുന്ന പ്രായമായ വൃദ്ധ സ്ത്രീ നമ്മളോട് വിളിച്ചു പറയുന്നത്, ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, റെസ്റ്റ് എടുക്കാൻ നേരമില്ല. വിശ്രമമൊക്കെ അക്കരെ നാട്ടിൽ. പറഞ്ഞേ, അതാണല്ലോ റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തിൽ വിശ്രമിക്ക്. അതുവരെയും പൗലോസ് അപ്പോസ്തലന്റെ വാർദ്ധക്യത്തിൽ സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായിട്ട് പൗലോസ്ലിയേക്ക് നടക്കാൻ പറ്റാത്ത കാലത്തിൽ ആൾക്കാർ കൊട്ടയിൽ ചുവന്നുകൊണ്ട് പോയെന്നാ പറയണം ഉപദേശം സ്വീകരിക്കാൻ. കൊട്ടയിൽ ചുവന്നുകൊണ്ടുപോയി മതിലിൻ്റെ പുറത്ത് കൊണ്ടുപോയി കൊട്ട വെക്കും. പൗലോസ് ആളുകളെ ഉപദേശിക്കും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പ്, വലിയൊരു തീ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സുവിശേഷത്തിൻ്റെ ഒരു തീ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ തീ വീടുന്നത് തൻ്റെ സാക്ഷികളാക്കി മാറ്റാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും സാക്ഷികളായി മാറണം. രക്തം ചിന്തി വരെ ചിലർ സാക്ഷ്യം വഹിച്ച കർത്താവിൻ്റെ സഭയിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അവൻ്റെ സാക്ഷികളായി മാറുവാൻ സ്വർഗത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവവൈതലേ, വിശ്രമമൊന്നും ഇവിടെയില്ല. രണ്ടാം വരവിന് മുമ്പ് നമുക്ക് ആർക്കും ഓടിത്തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുതിച്ച് വായണം. എങ്ങനെ വായണം എന്ന് പറയണം? കുതിച്ച് വായണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെ. ഇനി വചനം വായിക്കാൻ ഉള്ളിൽ പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിലും ടൈം ടേബിൾ നമ്മളെ ഹല്ലേലൂയ അതിനനുവദിക്കുന്നില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം നിങ്ങളുടെ ടൈം ടേബിൾ ആണെന്ന് പറഞ്ഞേ. നിങ്ങൾ ചില ടൈം ടേബിളുകളെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നില്ല. പറഞ്ഞേ, ആ ടൈം ടേബിൾ എടുത്ത് വെച്ചാൽ, മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൈകളടിച്ച് ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പറ, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, കയറിയ ബോട്ട് മാറിപ്പോയിട്ടില്ല. പറഞ്ഞേ, കയറിയ ബോട്ട് മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോട്ടൊന്നും മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറുസലേം ടു ഇല്ലിറിക്കോൺ. പറഞ്ഞേ, ജെറുസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് പൗലോസ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തീകരിച്ചെന്നു. ചങ്ങനാശ്ശേരി ടു എവിടെ പറയണം? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ പറയുന്നത്? USA ആണ് പറയുന്നത്, UK ആണ് പറയുന്നത്, USA. ഹല്ലേലൂയ. ചങ്ങനാശ്ശേരി ടു അമേരിക്ക. ഹല്ലേലൂയ. ന്യൂസിലൻഡ്. ഹല്ലേലൂയ. ആഫ്രിക്ക. ഹല്ലേലൂയ. ഏഷ്യൻ രാജ്യങ്ങൾ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യൂറോപ്പ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, യൂറോപ്പ് നിന്നെ വിളിക്കുന്നു, യൂറോപ്പ് നിന്നെ വിളിക്കുന്നു, ചൈന നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഗ്രാമങ്ങൾ നിന്നെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഷണറിമാരുടെ വില തിരിച്ചറിയണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മാത്രം പോയാൽ മതി. എവിടെ പോയാൽ മതി എന്നാ? നോർത്ത് ഇന്ത്യയിൽ പോയാൽ മതി. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആസാമിൽ ഒരു കാട്ടിൽ സുവിശേഷത്തിന് വേണ്ടി പോയി. യാത്ര എങ്ങോട്ടായിരുന്നെന്നറിയോ? മണിപ്പൂരേക്കുള്ള യാത്രയായിരുന്നു.
ആസാമിൽ നിന്ന് മണിപ്പൂർ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആസാമിൽ ചെന്നത്. മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മണിപ്പൂരിൻ്റെ ഗേറ്റ് അടച്ചിട്ടു. മണിപ്പൂരിലേക്ക് സുവിശേഷകർക്ക് പ്രവേശനമില്ല. ഹല്ലേലൂയ. അങ്ങനെ ആസാമിലെ ഗ്രാമത്തിലേക്ക്, കുഗ്രാമത്തിലേക്ക് പോയി. കുഗ്രാമത്തിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ പള്ളികളൊക്കെ ഓല കൊണ്ടുള്ള പള്ളികളാണ്. ഓല കൊണ്ടുള്ള പള്ളികൾ. വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്തുള്ളവർക്ക് വീട്ടിലുള്ളവരെ കാണാം, വീട്ടിലുള്ളവർക്ക് പുറത്തുള്ളവരെ കാണാം. അങ്ങനത്തെ വീടുകളാണ്. ഈ പനമ്പ് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുള്ള വീടുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കൊണ്ടുപോകുന്ന വൈദികൻ പറഞ്ഞു, രാവിലെ വിളിച്ചു പറഞ്ഞാൽ അവര് അച്ഛൻ വരുന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മിഷണറി വരുന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃഷിക്ക് പോലും പോകാതെ അവർ ഇവിടെ വന്ന് കുത്തിയിരിക്കും. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഉള്ളപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്, നമുക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. എങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകാമെന്ന് പറഞ്ഞത്? അടുത്തുള്ള സ്ഥലം. അടുത്തുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? അടുത്തുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ. അടുത്തുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ. എവിടാ? കുരിശുമൂടിലേക്ക് ആണ് അല്ലേ? അടുത്തുള്ള സ്ഥലത്തേക്ക് പോകാൻ നോക്കും. പക്ഷെ കോട്ടയമായിട്ടും അടുത്തുള്ള സ്ഥലമായിട്ടില്ല, എറണാകുളമായിട്ടും അടുത്തുള്ള സ്ഥലമായിട്ടില്ല, 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തുള്ള സ്ഥലമായിട്ടില്ല. ഞാനിങ്ങനെ വായു പിടിക്കണം ഈ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മിഷൻ സന്ദർശിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം യാത്ര ചെയ്താലാണ് ഒരു ഗ്രാമത്തിലെത്തുന്നത്. ഹല്ലേലൂയ. 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു 15 മിനിറ്റ് ഉള്ളപ്പോൾ അച്ഛൻ ഫോൺ ചെയ്തു. അച്ഛൻ ഹിന്ദിയിൽ എന്തോ പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളവിടെ ചെന്ന ആ ഒരു വീട്ടിൽ ചെന്ന് കയറി. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വീട് നിറഞ്ഞ ആളുകൾ. അവര് വിളി വന്നപ്പോൾ തന്നെ അവർ കൃഷി വിട്ടിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിന് സുവിശേഷകരെ ആവശ്യമുണ്ട്. അതെനിക്ക്, എന്നെ സംബന്ധിച്ച് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒത്തിരി സുവിശേഷ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വരുന്ന ആളുകൾ മിഷണറിമാരുടെ കാല് തൊട്ടി വന്നിച്ചുകൊണ്ടാണ് അവര് അകത്തേക്ക് കയറുന്നത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സുവിശേഷകന്റെ വില എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഒരു സുവിശേഷകന്റെ വില എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഓരോ മനുഷ്യനും സുവിശേഷകരെ രാജാക്കന്മാരെ പോലെയാണ് കാണുന്നത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ആ ഗോത്ര ഭാഷയിൽ അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയ്ക്ക് ലിപി പോലും ഇല്ലെന്നാണ്. ലിപി ഇല്ലാത്ത ഭാഷയിൽ, എഴുത്ത് അച്ചടി വിദ്യ ഇല്ലാത്ത ഭാഷയിൽ ഒരു പാടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ, ഓ, ലിപി ഉള്ളവൻ തല അങ്ങോട്ട് വല്ലാതെ കുനിഞ്ഞുപോയി. എൻ്റെ ദൈവമേ, എന്നാ അഭിഷേകമാ, സ്വർഗം എങ്ങനെ ഇറങ്ങാതിരിക്കും? ചില മിഷണറിമാർ അതുവഴി സഞ്ചരിച്ചതിൻ്റെ അടയാളമാണ് അവിടുത്തെ വിശ്വാസികളെങ്കിൽ. ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത ചിലരുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോകാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. യേശു അയച്ചപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോയില്ല എങ്കിൽ ഹല്ലേലൂയ. 10 ദിവസം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കൂടെ വന്നവർ മണിപ്പൂർ കാലുകുത്തി. കാരണം എനിക്ക് താമസിച്ചുള്ള ധ്യാനത്തിന് ഡേറ്റ് എടുത്തത് കൊണ്ട് ഞാൻ തിരികെ പോന്നു. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ തിരിച്ചറിയുന്നത് കുറേ നാളുകൾ കഴിയുമ്പോഴാണ്. കാരണം കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലും ഉണ്ടാകും ഒരു മൈക്ക്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഓ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോകണം. അടുത്തിരിക്കുന്ന 3 പേരോട് പറ, പോകണം, പോകണം. പോയി വിരുന്നിന് ക്ഷണിക്കണം, വിരുന്നിന് ക്ഷണിക്കണം. ഹല്ലേലൂയ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ ഓടി വരും ഇങ്ങോട്ട്. ഹല്ലേലൂയ. കാരണം നമ്മുടെ മുഖം ലോകത്തിൻ്റെ തണുത്ത തെരുവിൽ
പന്തം പോലെ തീ പോലെ ജ്വലിക്കുന്ന മുഖമാ. സംശയം ഉണ്ടെങ്കിൽ അടുത്തേക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിക്കേ. ഈ മുഖം കണ്ടാൽ എങ്ങനെ ആൾക്കാർ വരാതിരിക്കും? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. പോകണം ലോകത്തിന്റെ അതിർത്തികളിലേക്ക്, ലോകത്തിന്റെ അതിർത്തികളിലേക്ക്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സുവിശേഷകരെ ലോകത്തിന് ആവശ്യമുണ്ട്. കാരണം ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രക്ഷിക്കണേ എന്നാണ്. ഈ രക്ഷ എന്ന് പറയുന്ന മെഡിസിൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ സുവിശേഷകരുടെ കയ്യിലാണ്. ഈ മരുന്ന് കിട്ടിയില്ല എങ്കിൽ അവർ രക്ഷപ്പെടത്തില്ല. ലോകം നശിക്കും, ജനം നശിക്കും. ജനം നശിക്കാതിരിക്കണമെങ്കിൽ ആ മെഡിസിൻ നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറ, ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്യം പറഞ്ഞിട്ട് ഞാനിത് നിർത്താം. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്? മാർപ്പാപ്പ പറഞ്ഞത് ഇതാണ്: ഓരോ സാഹചര്യത്തിലും സുവിശേഷത്തിന് സാക്ഷി നൽകിക്കൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും അവനും അവളും ഈ സാർവത്രിക പ്രേക്ഷിത ദൗത്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. അതുവഴി സഭയ്ക്ക് മുഴുവനും നിരന്തരം തൻ്റെ നാഥനും ഗുരുവും ആയുള്ളവനോടൊപ്പം ഇന്നത്തിൻ്റെ ലോകത്തിൻ്റെ നാൽക്കവലകളിലേക്ക് കടന്നു ചെല്ലാനാവും. സഭയിൽ ഇന്ന് നടക്കുന്ന യാഥാർത്ഥ്യം യേശു ഉള്ളിൽ നിന്ന് നമ്മുടെ വാതിൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്താ? നേരത്തെ യാഥാർത്ഥ്യം എന്താ? ഇതാ നിന്റെ ഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുന്നു എന്ന്. എങ്ങനെ? അങ്ങനെ വിളി കേട്ടിട്ട് കുറേ പേരെന്ത് ചെയ്യുന്നറിയാവോ? ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ ഈശോ ഉള്ളി കയറിയപ്പോൾ തന്നെ നമ്മളങ്ങോട്ട് വാതിൽ പൂട്ടിയെന്ന്. നമ്മൾ എന്ത് ചെയ്തെന്നാണ് പറയണത്? വാതിൽ പൂട്ടി. ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നാണ് പറയണത്? നമ്മുടെ ഗുരു ഇന്നത്തെ ലോകത്തിൻ്റെ നാൽക്കവലകളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി സഭയിൽ ഇന്ന് നടക്കുന്ന യാഥാർത്ഥ്യം യേശു ഉള്ളിൽ നിന്ന് നമ്മുടെ വാതിൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതായത് തന്നെ പുറത്തേക്ക് നമ്മൾ വിടാൻ നമ്മൾ പലപ്പോഴും ഒരു തടവറ സൃഷ്ടിക്കുന്ന സഭയായി മാറുന്നു. യേശുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുക. ഈശോ പറയുന്നു, മുട്ടിക്കൊണ്ട് പറയുക, തുറക്ക്. ലോകത്തിന് സുവിശേഷത്തെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈശോയെ ഉള്ളിൽ അടച്ച് ഇടുവാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഈശോയെ പുറത്തേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കണം. കൈകളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ തടവറ സൃഷ്ടിക്കുന്ന സഭയായി മാറുന്നു. ഈശോയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഈശോ ഉള്ളിലിരുന്ന് മുട്ടുകയാണ്, മോനെ തുറക്ക്, അനേകരെ രക്ഷിക്കുവാൻ. അതുകൊണ്ട് ഈശോയെ സ്വീകരിച്ചിട്ട് ഈശോയെ നിങ്ങൾ കെട്ടിയിടരുത്, കെട്ടി അടയ്ക്കരുത്. സുവിശേഷത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണം. അപ്പോൾ ഈശോ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് സഞ്ചരിക്കും. നിങ്ങൾ ഒരിടത്തും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ യേശുവിനെ തടവറ സൃഷ്ടിക്കുന്നവരായി മാറും. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ക്രിസ്തു മുട്ടുകയാണ്, തുറന്നു തരൂ, തുറന്നു തരൂ. എത്ര സുന്ദരമായ സുവിശേഷ രഹസ്യമാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലെറ്റർ ഈ കഴിഞ്ഞ മാസം മിഷണറിമാർക്ക് വേണ്ടി അയച്ച ലെറ്ററാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ഉള്ളിൽ അടച്ചിടരുത്. ഹല്ലേലൂയ. ഉള്ളിൽ നിന്ന് ക്രിസ്തു മുട്ടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് ആ സ്വരം കേട്ട് ഹൃദയം തുറന്ന് യേശുവിനെ സ്വതന്ത്രനാക്കും? എത്ര പേര് സുവിശേഷം ലോകത്തിന് വേണ്ടി തുറന്നു കൊടുക്കും? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞാൻ പോകാം. പറയാം, കർത്താവേ ഞാൻ പോകാം. പറഞ്ഞേ കർത്താവേ ഞാൻ പോകാം, കർത്താവേ ഞാൻ പോകാം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ ചായ കുടിക്കാനായിട്ട് പോകുന്നു. ചായ കുടിച്ചിട്ട് എത്രയും പെട്ടെന്ന് 30 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. എത്ര മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നാൽ മതി? വർത്തമാനം പറയാനല്ല ഞാൻ നിങ്ങളെ അയക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. കർത്താവേ എന്നെയും ഒരു സുവിശേഷകനാക്കി മാറ്റണമേ. എന്താ പ്രാർത്ഥന? നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് മൈക്ക് തരുന്ന ദിവസമാണ്. നിങ്ങളുടെ കയ്യിൽ ഞാൻ മൈക്ക് തരും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ചായ കുടിക്കാനായിട്ട് പോകാം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ചായ കുടിക്കാനായിട്ട് പോകാം. ഹല്ലേലൂയ.
പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ചേർന്ന പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ശബ്ദമുയർത്തി. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ ചേർന്ന് സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും ഉന്നോട് சேர்ந்து, ദിനവും உன் மார்பில் சாய்ந்து, தினவும் உன்னோடு சேர்ந்து, தினவும் உன் மார்பில் சாய்ந்து, விலகா முடியாது அன்பே உயிரே എന്നേശുരാജാ. விலகா முடியாத அன்பே உயிரே എന്നേശുരാജാ. நேசிக்கிறேன் 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 ஏசையா. நேசிக்கிறேன் 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 ஏசையா. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ
യേശുവേ സ്നേഹിക്കുന്നേ. I love you Jesus. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. കാൽവരി മലയിൽ ക്രൂശിന് താഴെ ഓ രക്തം ചിന്തി നമുക്ക് വേണ്ടി ക്രൂശിൽ പിടയുന്ന ഈശോയുടെ കാലുകളിലേക്ക് ചെന്ന് നമുക്ക് കെട്ടി അങ്ങൊന്ന് പിടിക്കാം. ഈശോയുടെ കാലുകളിലേക്ക് കെട്ടിപ്പിടിച്ച് ഒന്ന് ആണിപ്പഴുതാർന്ന ആ കാലുകളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറ, ആ ഈശോയുടെ കാലുകളിലൂടെ ഒഴുകുന്ന രക്തം നിന്റെ മുഖത്ത്, നിന്റെ ശരീരത്തിലോട്ട് പകരപ്പെടട്ടെ. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞേ, ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. നേസിக்கிறേ 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 യേശുയാ. I love you. I love you. Jesus, I love you. കരങ്ങൾ രണ്ടും ഉയർത്തി സ്നേഹത്തോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ കണ്ണുകൾ തുറന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓ ഒന്ന് വൈബ്രന്റ് ആയിട്ട് നിൽക്കേണ്ട സമയമാണിത്. വൈബ്രന്റ് ആയിട്ട് നിൽക്കേണ്ട, ഉണങ്ങിയിരിക്കേണ്ട സമയമല്ല. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊന്ന് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കാം. ഹല്ലേലൂയ. കുംഭസാരം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കൂദാശയിലൂടെ കർത്താവ് നമ്മുടെ പാപത്തിന്റെ കടങ്ങൾ എഴുതി തള്ളി മായ്ച്ചു കളഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷമുണ്ടോ? ഉണ്ടോ? 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 നിങ്ങളൊരു 25 ലക്ഷം രൂപ, ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ കടക്കാരനാണ്. ഒരു ദിവസം വന്ന് രാവിലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ഒരാൾ മുട്ടിയിട്ട് പറയുക, നീ തരാനുള്ള പൈസ ഒന്നും എനിക്ക് തരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാണിക്കും? നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരിക്കും? ചിലർക്ക് ഒരു ഫീലിങ്ങും ഇല്ല. വേണ്ടേ? വേണ്ടല്ലേ? എങ്ങനെയായിരിക്കുമോ നിങ്ങളുടെ ഫീലിംഗ്? നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? പറഞ്ഞേ, വയനാട്ടിലുള്ളവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ഓ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. വേണമെങ്കിൽ അയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ചേട്ടാ പൈസ ഇല്ലാത്തത് കൊണ്ടാ തരാത്തത്, പക്ഷെ ചേട്ടന്റെ മനസ്സ് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ 50 ലക്ഷമല്ല, 10 കോടിയല്ല, അതിനപ്പുറത്തേക്ക്. ഞാൻ രാവിലെ ഒരു പറഞ്ഞില്ലേ, ഒരു ആത്മാവ് പോയി തിരിച്ചു വന്നത്. നമ്മുടെ പാപങ്ങൾ ഇനി നമ്മുടെ മേൽ, മോശയുടെ മേൽ പോലും സാത്താൻ അവകാശം പറഞ്ഞു എന്നാണ് പറയുന്നത് വചനം. അപ്പൊ നമ്മുടെ മേൽ പറയാതിരിക്കുവോ? ഈ കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ മേലുള്ള അവനുള്ള സകല അധികാരങ്ങളും
നിർവീര്യമാക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള സാത്താന്റെ സകല അധികാരങ്ങളും സകല അവകാശവാദങ്ങളും നിർവീര്യമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ മേൽ ഒറ്റ അവകാശിയേ ഉള്ളൂ. അവകാശിയുടെ പേര് യേശു ക്രിസ്തു എന്നത്രേ. ഹല്ലേലൂയ. ആ അവകാശിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ അവകാശിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. അവൻ നമ്മെ വിലക്ക് വാങ്ങിയെങ്കിൽ ഇനിയുള്ള ജീവിതം അവന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള ജീവിതം അവന് വേണ്ടിയാണ്. നമ്മൾ കർത്താവിനെ ആടിപ്പാടി സന്തോഷത്തോടെ ആരാധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണ്. Now you are free. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. ഞാനും കുമ്പസാരിച്ചു, നമ്മൾ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ചേർന്ന് കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യം പ്രാപിപ്പിച്ചു, നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ അതിന് ചേർന്ന രീതിയിൽ നമ്മൾ പെരുമാറണം. ഉണക്ക കമ്പ് പോലെ, പോസ്റ്റ് പോലെ നമ്മൾ ഇരുന്ന ഈശോ ഓർക്കും, എന്തിനാണാവോ ഇവനെ കൊണ്ടുവന്ന് ഇരുത്തിയതെന്ന്. ഓർക്കരുത് അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് നിങ്ങളുടെ സന്തോഷം കർത്താവിനെ കാണിക്കാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, കുറേ സമയമൊന്നും ഞാനിവിടെ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഏകദേശം നിൽക്കാറുണ്ട്. എനിക്ക് അത്രയൊന്നും നിൽക്കാൻ പറ്റത്തില്ല. കാല് വേദന എടുക്കും. ആദ്യ ദിവസം വന്ന ദിവസം നിന്ന് എൻ്റെ കാല് വേദന എടുത്തു. എൻ്റെ വൈഫിനോട് പോലും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ഞാൻ ബാഗ് എടുത്ത് ധ്യാനത്തിന് വരുമ്പോൾ ഞങ്ങളുടെ ആൻറ്റിമാരൊക്കെ ചോദിക്കാറുണ്ട്, പറ്റുന്ന പണിക്ക് പോയാൽ പോരെ? പാടില്ല, റെസ്റ്റ് അല്ലേ, എന്തിനാണ് ഓടുന്നത്? പക്ഷേ എൻ്റെ ഉള്ളിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ മനസ്സിനേക്കാളും എൻ്റെ ആരോഗ്യത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്. ഹല്ലേലൂയ. ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ശരീരം അറ്റുകിടക്കുമ്പോഴും എൻ്റെ നാവനങ്ങിയ ഞാൻ പറയും ഹല്ലേലൂയ, because I love him. ഹല്ലേലൂയ, because I love him. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.